നല്ല നാടൻ കള്ള് ചേർത്ത ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനുവേണ്ടി ഞാനൊരു 4.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 3-4 തവണ കഴുകി ഒരു 6-7 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ 4.5 കപ്പ് അരി എടുത്തതുകൊണ്ട് തന്നെ 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരയ്ക്കാൻ വേണ്ടിയിട്ട് കള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് കള്ളും ആവശ്യത്തിന് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അത്രയും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 കപ്പെങ്കിലും ചേർക്കുക. ഇതിപ്പോൾ ഒരു തണുപ്പുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അരക്കുന്നതിനും കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പശുവും പാലും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. തലേന്ന് അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലത്തേക്ക് നമുക്ക് അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ട് കിട്ടും. നല്ല കള്ളായതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. പിന്നീട് അതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അടിഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കള്ളപ്പം ഇതിൽ നിന്ന് മാറ്റാം. കള്ളപ്പം ചുടുമ്പോൾ നമ്മളിത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇനി ആവശ്യത്തിന് ചുട്ട് മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നീട് ഉപയോഗിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒരിക്കലെങ്കിലും കള്ള് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.